ഖമനേയി എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയായി ഖമനേയി വന്നിരിക്കുന്നു. ഇത്തവണ വന്നിരിക്കുന്നത് സാക്ഷാൽ ട്രംപിന് മറുപടി കൊടുക്കാനാണ്. ട്രംപിനോട് ഖമനേയി പറഞ്ഞിരിക്കുന്നു, ഒരു ചർച്ചയില്ല, നിങ്ങളുമായിട്ട് ഐക്യപ്പെട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. ട്രംപ് പറഞ്ഞത്, ട്രംപ് ഒരു കത്തയച്ചു. ട്രംപിൻ്റെ ഭാഗത്തുനിന്നൊരു മുൻകൈ, അങ്ങോട്ടൊരു കൈനീട്ടി കത്തയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അണവായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ്, അതുകൊണ്ടൊരു ചർച്ചയ്ക്ക് വരൂ, ചർച്ച ചെയ്ത് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, അല്ലെങ്കിൽ ഞാൻ അതിമാരകമായി പ്രതികരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് പോടാ എന്ന് ട്രംപിനോട് പറഞ്ഞ് ഖമനേയി വന്നിരിക്കുന്നു. അങ്ങനെ പോടാ എന്ന് പറഞ്ഞ് ട്രംപിൻ്റെ നീട്ടിയ കൈ ഖമനേയി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞു അങ്ങനെ ലെറ്റർ അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലെറ്റർ കിട്ടിയതായിട്ട് ഖമനേയുടെ പ്രഖ്യാപനത്തിൽ ലെറ്റർ കിട്ടിയതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ട്രംപ് പറയുന്നത് അദ്ദേഹം കത്തയച്ചു, ഈ പറഞ്ഞ പുതിയതായിട്ടൊരു ഡീൽ ഉണ്ടാക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് ഡീൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2015 തന്നെ ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ മേജർ പവേഴ്സൊക്കെ ആയിട്ട് അവരൊരു ഡീല് ഒപ്പിട്ടിരുന്നു. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ 2018 അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് സമ്മറിൽ റിജക്റ്റഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതെടുത്ത് കളഞ്ഞു. വേറെ ആരുമായിട്ട് സംസാരിക്കാതെ, മറ്റ് ഇറാനായിട്ടൊന്നും സംസാരിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ ഖമനേയ്ക്ക് ട്രംപിനെ വലിയ വിശ്വാസമൊന്നുമില്ല. ട്രംപ് ഇപ്പോൾ എന്താ ചെയ്യണേ, വളരെ വിംസിക്കലാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിനെപ്പറ്റി വന്നു. അപ്പോൾ ഈ ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അതിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഇവർക്കെതിരെയുള്ള സാങ്ഷൻസിൽ നിന്നെല്ലാം മോചനം നേടാം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സാങ്ഷൻസിൽ നിന്നൊരു മോചനവും കിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ വന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേലും US ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് വില കൊടുത്തിട്ടായാലും ഇറാന് ന്യൂക്ലിയർ പവർ ആകുന്നതിൽ നിന്ന് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്യും. അതെ, അതെന്ത് വന്നാലും ഞങ്ങളത് തകർത്ത് കളയും, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരത്തെ തന്നെ പല പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നതാണ്. മാത്രമല്ല, ഇസ്രായേലിനെ നേരത്തെ 2 ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞത് വേറെ ഒന്നും നോക്കണ്ട, ആദ്യം നിങ്ങൾ പോയിട്ട് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർത്ത് കളയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ കത്ത് കൊടുത്തിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇത് ഒരു ഡീലിലേക്ക് വരിക, അല്പം നെഗോഷിയേഷൻസൊക്കെ നടത്താം, നെഗോഷിയേഷൻസ് നടത്തി നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരിഹരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് വളരെ മാരകമായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഒരു ഡീലിലേക്ക് എത്താം എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം തന്നെ അറാക്ചി, അവരുടെ ഫോറിൻ മിനിസ്റ്റർ, അത് താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഖമനേയി തന്നെ അവിടെ വെള്ളിയാഴ്ച പ്രസംഗത്തിനിടയിൽ ഈ കാര്യം ടേക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, നമുക്ക് അമേരിക്കയുമായിട്ട് ഒരു കാര്യത്തിലും ഒരു താല്പര്യവുമില്ല. പിന്നെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ ഉദ്ദേശിക്കുന്ന അമേരിക്കയാണെന്ന് വ്യക്തമായിരുന്നു. മാത്രമല്ല, പേരെടുത്ത് പറയാതെ തന്നെ അദ്ദേഹം ട്രംപിനെ പറഞ്ഞിരിക്കുന്ന ഒരു ബുള്ളി എന്നുള്ള രീതിയിലാണ്, ഒരു തെമ്മാടി, ആൾക്കാരെ പേടിപ്പിച്ച് നടക്കുന്ന ആളെന്നുള്ള രീതിയിലാണ് ട്രംപിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ അവരുദ്ദേശിക്കുന്നത് നെഗോഷിയേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെഗോഷിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ഒരു ഡോമിനേഷനാണ്, അല്ലാതെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യമില്ല. അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മുഴുവനും അമേരിക്കയുടെ ആധിപത്യം വരണം. അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ താല്പര്യമുള്ള ഒരു ബുള്ളി അല്ലെങ്കിൽ ഒരു മുട്ടാളൻ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് അദ്ദേഹം പെരുമാറിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, കത്തയച്ചു എന്ന് പറഞ്ഞു, പക്ഷേ കത്തൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ട്രംപ് വിചാരിച്ചിട്ടുണ്ടാവും ഖമനേയി അദ്ദേഹത്തിന് ഔദ്യോഗിക പൊസിഷനും പ്രസിഡന്റിനാണ് അയച്ചിരിക്കുന്നത്. പ്രസിഡന്റ് പോസ്റ്റ്മാൻ്റെ വിലയുള്ളൂ എന്നുള്ളത് വേറെ കേസ്. അപ്പോൾ പ്രസിഡന്റിനും അത് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഇദ്ദേഹം വെള്ളിയാഴ്ച പ്രസംഗത്തിൽ പറയണത്, ഖമനേയി പറയണത് അദ്ദേഹത്തിന് കത്തൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. അതാണ് ശരിക്കും. ഇടയ്ക്ക് നമ്മൾ ചോദിക്കട്ടെ, ഈ ട്രംപിനെ 100% വിശ്വസിക്കണ്ട. ട്രംപ് കത്തയച്ച് കാണുമോ? അതാണ് പ്രശ്നം. കത്തയച്ചു എന്ന് പറഞ്ഞു ഒരു കാരണം ഉണ്ടാക്കുമായിരിക്കും. ഞാനൊരു കത്തയച്ചിട്ട് അവർ പ്രതികരിച്ചില്ല, നാളെ ഒരു അടി കൊടുത്താൽ അതിനൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി വെക്കുമായിരിക്കും. ഞാൻ സമാധാനത്തിന് വേണ്ടി അതൊരു കത്തൊക്കെ അയച്ചു, അവർ പ്രതികരിച്ചില്ല, മറുപടി പോലും തന്നില്ല, എന്ത് വഴി, അത് ഞാൻ കയറി അടിച്ചു, അത്രേ ഉള്ളൂ. മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിരിക്കാം അദ്ദേഹം പറയുന്നത്. പിന്നെ ട്രംപ് കള്ളം പറയും അല്ലേ? എന്തോ പറയണമെന്ന് അത്ര ആളെങ്ങനെ. പിന്നെ ഇതാണല്ലോ പുള്ളിക്കാരൻ്റെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡാണല്ലോ. അതെ അതെ, ബേസിക്കലി ഒരു കോൺട്രാക്ടറുടെ സ്വഭാവമൊക്കെ കുറച്ചുണ്ടാവുമല്ലോ അദ്ദേഹത്തിന്. അതുകൊണ്ട് മുഴുവനും അങ്ങ് സത്യമാണ് പറയണമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഇദ്ദേഹത്തിന് ഖമനേയ്ക്കുള്ള വിരോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഒരു പുതിയ പദ്ധതിയും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്.
അതായത് മാക്സിമം പ്രഷർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു. പരമാവധി സമ്മർദ്ദം ചെലുത്തുക എല്ലായിടത്തും. അതെ, പരമാവധി സമ്മർദ്ദം ചെലുത്തുക. അതേപോലെ തന്നെ അവരെ ഗ്ലോബൽ എക്കോണമിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക. ഗ്ലോബൽ എക്കോണമിയിൽ അവരുടെ യാതൊരു വ്യക്തിമുദ്രയും പതിയാത്ത രീതിയിൽ ശ്രമിക്കണം എന്നും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഖത്തറിലെ പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് അവിടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമായ ജലത്തിൻ്റെ സോഴ്സസ് എല്ലാം കണ്ടാമിനേറ്റഡ് ആവും. അപ്പോൾ ഈ ആക്രമണം നടന്നാൽ 1-2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയാകും ഈ പരിസരത്ത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യണം, ആക്രമിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം. അത് വേറെ താല്പര്യമാണ്. അല്ല, അവിടെയൊക്കെ ശരിക്കും ഈ ഖത്തർ പോലെയുള്ള ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഡീസാലിനേഷൻ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടല്ലേ? അതെ, അങ്ങനെ. അതെ, അവരെല്ലാം കടലിലെ വെള്ളം എടുത്ത് റീസൈക്കിൾ ചെയ്തിട്ടല്ലേ, ശുദ്ധീകരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ, അത്രേ ഉണ്ടാവുള്ളൂ. അത് തന്നെയല്ല, അവിടെ കിണറ്റിൽ നിന്നൊന്നും വെള്ളം എടുക്കാനും പറ്റില്ല. കിണറ്റിലുള്ള ശൂന്യമാണ്. ഈ ഡ്രിങ്കിങ് പർപ്പസിനൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഖത്തർ പറയുന്നത് ചുമ്മാതാണ്. അത് അല്ല, ഖത്തർ എപ്പോഴും ഇങ്ങനെ ഒരു ഇടങ്കോൽ സ്വഭാവം ഉണ്ടല്ലോ, ഇടങ്കോലിടുന്ന പരിപാടി ഉണ്ടല്ലോ. ആരെന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ഇടങ്കോലിടും. അത് ഈവൻ അറേബ്യൻ കൺട്രീസ് ഡോണ്ട് ലൈക്ക് ദാറ്റ്. അതായത് ഈജിപ്റ്റ്, UAE, അതേപോലെ സൗദിയൊക്കെ കൂടി അവരുടെയൊക്കെ അവർക്ക് സാങ്ഷൻസ് ചെയ്തിരുന്നാണല്ലോ. അപ്പോൾ അവർക്ക് തന്നെ കണ്ണിനേരെ കണ്ടുകൂടാ. പിന്നെ അവരുടെ അൽ ജസീറ ചെയ്യുന്നതും ഇങ്ങനത്തെ ഇടങ്കോലിടലും കുത്തിത്തിരിപ്പാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഖത്തർ ഡൂയിങ് ഇറ്റ് വിത്ത് ആൻ അജണ്ട എന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഖമനയുടെ വേറൊരു പ്രഖ്യാപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ന്യൂക്ലിയർ പവർ ആകാൻ പാടില്ല, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ്സ് പാടില്ല എന്നൊക്കെയാണ്. അതൊന്നുമല്ല. അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, പിന്നെ ഇൻ്റർനാഷണലായിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകരുത്, പിന്നെ ഡിഫെൻസീവ് കേപ്പബിലിറ്റി കൺട്രോൾ ചെയ്യണം, ഇങ്ങനെ പല ആവശ്യങ്ങളും പറഞ്ഞു ഇതിന് ശേഷം വരാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്തെങ്കിലും അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ കൂടുതൽ നമ്മളെ നിയന്ത്രിക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ യാതൊരു താല്പര്യവുമില്ല, അദ്ദേഹം പറയണതിൽ നമുക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിസൈൽസ് എന്തോരം ദൂരെ പോകാം, അതിൻ്റെ ഡിസ്റ്റൻസ് തീരുമാനിക്കണം, ഏതെല്ലാം രാജ്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ എഗ്രിമെൻറ്റിലേക്ക് വരണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് നിയന്ത്രണത്തിന് അവർ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമില്ല. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയുടെ ശത്രുചേരിയിൽ, അതായത് റഷ്യയും ചൈനയുമായിട്ടാണല്ലോ ഇറാന് വളരെയധികം കോണ്ടാക്ട്. ഇപ്പോൾ സാങ്ഷൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പോലും അവരുടെ എണ്ണ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറാൻ്റെ എണ്ണ കുറേ ചൈന വാങ്ങിച്ചോളും. ഇന്ത്യയോട് പറഞ്ഞ എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ നിർത്തും. പക്ഷെ ചൈനയ്ക്ക് അതൊന്നും ബാധകമല്ല. എവിടെ വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യ അങ്ങനെ നിർത്തുമെന്ന് അറിയത്തില്ല, കാരണം ബ്രിക്സിൽ നമ്മളുണ്ടല്ലോ. അവർ പക്ഷെ നേരത്തെ ഒരു പ്രാവശ്യം ഈ ഇറാനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് നിർത്തിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതൽ സമ്മർദ്ദം അമേരിക്ക എന്ന് വരുമ്പോൾ ഏതായാലും മോഡി അമേരിക്ക അങ്ങനെ ഡിഫൈ ചെയ്യുന്ന രീതിയിൽ അത് കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ ധനകാര്യ സെക്രട്ടറി പറയുകയും ചെയ്തു, ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ ചില സംശയങ്ങളുണ്ട് നമുക്ക്, കാരണം ബ്രിക്സിന്റെ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതെ അതെ, അത് ബ്രിക്സ് എങ്ങനെയാലും ഒരു അമേരിക്കൻ വിരുദ്ധ ചേരി പോലെയാണല്ലോ. മാത്രമല്ല, അവർ ഈ കറൻസി ഡോളറിനെ പിടിച്ച് കെട്ടാനൊക്കെയാണ് ശ്രമിക്കുന്നത്. ഡോളർമ തൊട്ടാ സൈക്കിൾ സമ്മതിക്കൂല. ട്രംപ് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡോളർമ തൊടുന്ന പ്രശ്നമില്ല, അതുമ തൊട്ട് കളിക്കണ്ട. പിന്നെ ഡോളർ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, നമുക്കെല്ലാവർക്കും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഈ ഡോളർ കൊടുത്താലല്ലേ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ബ്രിക്സിൻ്റെ പണമെന്നും പറഞ്ഞ് കൊടുത്താലൊന്നും പല രാജ്യങ്ങളിൽ അതിനൊന്നും വലിയ യൂസ് ഉണ്ടായെന്ന് വരില്ല. പിന്നെ ഈ ഏറ്റവും ഇറാന് ട്രംപിനോടുള്ള ദേഷ്യം ഈ JPCAയിൽ നിന്നും പിന്മാറിയതാണ്. അതായത് ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അതുണ്ടായിരുന്നെങ്കിൽ ഒരു പൊതുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും മ്യൂച്വൽ എഗ്രിമെൻറ്റിലൊക്കെ പോകാമായിരുന്നു. അത് എല്ലാം താറുമാറാക്കിയത് ട്രംപാണ് എന്നാണ് ഇറാൻ്റെ വിശ്വാസം. മാത്രമല്ല, അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകും, അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, നിങ്ങളെന്തിനാണ് പറയടിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ അവർ എൻറിച്ച് ചെയ്ത് വന്നിരിക്കുന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ 60% വരെ സംസ്കരിച്ചു. അപ്പോൾ എന്തായാലും അത് ന്യൂക്ലിയർ വെപ്പണ് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ അതിലൊന്നും ഇപ്പം നിങ്ങളാരും ഇടപെടണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ ഇവർക്കൊക്കെ തലയ്ക്കടി കിട്ടിയാലാണ് മനസ്സിലാകുന്നില്ല, ചെവിയുടെ അപ്പോഴേ ബോധം വരുള്ളൂ. അതെ അതെ. പക്ഷെ വേറൊരു കാര്യം, ഇതിപ്പോൾ ഖമനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് നന്നാക്കാം, ഈ ഉപരോധമൊക്കെ മാറ്റാം. ഉപരോധം ഇവരെ എത്ര വർഷം പിന്നിലേക്കാണ് തള്ളിയിരിക്കുന്നത്, ഇറാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഗ്ലോബലി ഇറാന് വന്നത്. അപ്പോൾ അതിനെ തള്ളുകയാണ് ഖമനയി.
അപ്പോൾ ഖമനയുടെ ലക്ഷ്യം എന്താ? റഷ്യയും ചൈനയും ഉണ്ടാവും എന്നുള്ളതാണോ? റഷ്യയും അമേരിക്കയായിട്ട് വലിയ അടുപ്പത്തിലേക്ക് പോവാണ്. അതെ, അത് അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. ഇപ്പോൾ ഖമനയ്ക്ക് റഷ്യയെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം സൗദി അറേബ്യയിൽ പോയിട്ട് ട്രംപും അതേപോലെ പുടിനും കൂടി വാതിൽ അടച്ച് മുറിയിലിരുന്നിട്ട് കുറേ അധികം സമയം സംസാരിക്കായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഖമനയ്ക്ക് പുടിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, ഈ പേരും പറഞ്ഞ് നടന്ന് അവർ വളരെ പിന്നോക്കം പോയി. നമുക്കറിയാമല്ലോ, അവരുടെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത റൈസി മരിച്ചുപോയതും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതേപോലെ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ അവിടെ പോയി എത്ര സമയം എന്ത് പെരുമാറിയാലും തിരിച്ചൊന്നും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഈ വാറിൻ്റെ ടെക്നോളജിയിൽ തന്നെ അവർ വളരെ പിന്നോക്കം പോയി. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യത്തിൽ അവർ വളരെ പിന്നിലാണ്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ അമേരിക്കയായിട്ടുള്ള വഴക്കം. എന്താണ് ഖമനയി ഇങ്ങനെ ഒരു ധാർഷ്ട്യം കാണിക്കുന്നത്? അല്ല, അവരുടെ പിന്നെ ഒരു ഫനാറ്റിക് നേച്ചറാണല്ലോ. അവർ നേരത്തെ ആയത്തുള്ള റൂഹുള്ള അല്ല, മരിച്ചാലും കുഴപ്പമില്ല, മരിച്ചതിന് ശേഷം മുകളിൽ ചെല്ലുമ്പോൾ ഹൂറിമാരോടുള്ള ജീവിതം കിട്ടും. അതെ, അപ്പോൾ എത്രയും ഒരു തരത്തിൽ മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ട് അവർക്ക്. പിന്നെ ആയത്തുള്ള റൂഹുള്ള ഖമേനി ഉണ്ടായിരുന്നപ്പോൾ തന്നെ അമേരിക്കയെ വിളിച്ചിരുന്ന പേര് ദി ഗ്രേറ്റ് സൈറ്റൻ എന്നാണ്. അപ്പോൾ ആ സാത്താൻ അവർ പറയുന്നു, സാത്താനായിട്ട് തന്നെ പല പ്രാവശ്യം. അതെ, ഇതിങ്ങനെ കേട്ട് അവർ തന്നെ അത് വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ശത്രുവായിട്ടും സാത്താനായിട്ടുമാണ് അവർ കാണുന്നത്. അതനുസരിച്ചുള്ള പെരുമാറ്റം. ഏതായാലും ഖമനയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇത് പറയുമ്പോൾ ഖമനയ്ക്ക് കാര്യമായ എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ആക്രമണത്തിന് ശേഷം. ഒരുപാട് കാലം ഒളിവിലായിരുന്നു. പിന്നെ ക്യാൻസർ ആയെന്ന് കേൾക്കുന്നു. ഈ മകനെ വാഴിക്കാൻ പോകുന്നു കേട്ടു. ഖമനയ്ക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. പഴയ പോലെ അദ്ദേഹം ഈ പലപ്പോഴും ഒക്കെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കാണുന്നതല്ലാണ്ട് പഴയ പോലെ ആക്റ്റീവ് അല്ല ഇപ്പോൾ. അതിപ്പോൾ ഒരു റുട്ടീൻ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ വെള്ളിയാഴ്ച വരുമ്പോൾ പ്രസംഗിക്കണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നില്ല, വല്ലപ്പോഴും വരുന്നുള്ളൂ. ഏതായാലും നമുക്ക് അത് കാത്തിരുന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.